അവരുടെ കോട്ടയിൽ പോയിട്ടാണ് കളിക്കണത്. നിസ്സാര കളിയായിരിക്കില്ല. ഗോവ നമ്മളെ പൂട്ടിയതുപോലെ തന്നെ ബംഗളൂരു നമ്മളെ പൂട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചി തന്നെ അവന്മാർ കാണിച്ചെന്താ നമ്മൾ കണ്ടതാണ്. അവരുടെ പോസ്റ്റിന് മുമ്പിൽ പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിരിക്കുമോ അങ്ങ് ബംഗളൂരുവിൽ പോയിട്ട്? സ്ഥിരം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പഞ്ഞി വാങ്ങിച്ചിട്ട് ബിരിയാണി കഴിച്ചിട്ടാണ് വരവ്. അതുകൊണ്ട് എന്തായിരിക്കും ആവോ അവസ്ഥ? എന്തായാലും അതിനൊക്കെ പറ്റിയിട്ടാണ് ഈ എപ്പിസോഡ് സംസാരിക്കാൻ പോകുന്നത്. എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് സ്പോർട്സ് റിവ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഓർക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡ് ടോക്കീസ്. വെൽക്കം ബാക്ക് ടു ആൻഡ് ടോക്കീസ്. ഇന്ന് നമ്മൾ സ്പോർട്സ് റിവ്യൂ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് vs ബംഗളൂരു FC മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മത്സരത്തിന് ആക്ച്വലി ഇനിയും ദിവസങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗോവയായിട്ടുള്ള മത്സരത്തിലാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചെന്നൈ ആയിട്ട് ജയിച്ചു. സത്യത്തിൽ ചെന്നൈ നമ്മൾ ജയിച്ച ടീമുകളുടെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി ടേബിളിൽ നല്ല താഴെ നിൽക്കുന്ന ടീമുകളാണ്. നമ്മളും ആക്ച്വലി നല്ല താഴെ തന്നെയാണ് ഈ സീസണിൽ. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് നല്ല ഫോർവേഡ് കയ്യിലുള്ളൊരു സീസൺ ആയിട്ട് പോലും നമുക്ക് അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്നൊരു കാര്യം. പിന്നെ ബംഗളൂരുവിന് അവരുടെ മടയിൽ പോയിട്ടാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. വിച്ച് വിൽ നോട്ട് ബി ഈസി അറ്റ് ഓൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയാം. നമ്മുടെ ഡിഫൻസ് ഒരുപാട് മുന്നിലോട്ട് പോവാതെ കൃത്യമായിട്ട് പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുകയാണ്. ഒരു 4-ന് പകരം ഒരു 5 ഡിഫൻസ് ഇട്ടാൽ പോലും ഞാൻ അതിൽ കുറ്റം പറയില്ല. 5-3-2 എന്ന് പറയുന്ന ഫോർമേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഡിഫൻസിന് കൃത്യമായിട്ട് ആൾക്കാരെ ലോക്ക് ചെയ്യാൻ പറ്റിയാൽ, നമ്മുടെ ഡിഫൻസ് പൊളിച്ചുകൊണ്ട് ഗോൾ അടിക്കാനുള്ള സ്പേസ് നമ്മൾ ഇല്ലാതാക്കിയാൽ കളി നമ്മൾ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ നമ്മുടെ ഡിഫൻസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ ബംഗളൂരുവിൽ നമ്മളൊരു പൂക്കാലം എന്ന് പറയുന്ന പോലത്തെ ആ പാട്ട് പാടേണ്ട സീനായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഡിഫൻസ് പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും നമ്മളും നല്ല അഗ്രഷൻ മോഡിൽ തന്നെ ആയിരിക്കും അവിടുത്തെ കളികളൊക്കെ ഉണ്ടാവുക. പക്ഷേ അതിലെ പ്രശ്നം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസിന് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു ഗോളിക്ക് ഒരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ വിശ്വസിക്കാറുള്ള ഒരു കാര്യം. ഡിഫൻസ് പൊളിഞ്ഞ് ഈസി ടു അറ്റാക്ക് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഗോളി എത്ര ചാടും, എത്ര മറിയും അല്ലേ? അതുകൊണ്ട് തന്നെ സച്ചിനെ ഞാൻ എല്ലാത്തിലും കുറ്റം പറയില്ല. നമ്മുടെ ഡിഫൻസിൽ വിങ്ങിലടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷനും കാര്യങ്ങളും ബ്ലോക്കുകൾ കാര്യങ്ങളും ഒക്കെ വന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ബംഗളൂരുവിന് ജയം ഒരു അനിവാര്യമായിട്ടുള്ള ഫാക്ടറേ അല്ല. പക്ഷെ കേരളത്തിനെതിരായതുകൊണ്ട് തന്നെ അവർ തോറ്റു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഡ്രോ പോലും അവർ ആഗ്രഹിക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയത്തിൽ കുറഞ്ഞ ഒന്നുപോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ല എന്നുള്ളതാണ്. കാരണം ഓൾമോസ്റ്റ് സീസൺ പകുതി ആവാറായി. മത്സരങ്ങളുടെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നല്ലൊരു കോച്ചും നല്ലൊരു സ്ട്രൈക്കിംഗ്, നല്ല ഫോർവേഡ് ലൈൻ ഉണ്ടായിട്ട് പോലും നമുക്കത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആ കാര്യങ്ങൾ ടേബിളിൽ പോയിന്റ്സിൽ മുന്നോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ശോകമായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഐ എക്സ്പെക്ട് നല്ലൊരു ടൈറ്റ് മത്സരമായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫൻസിൽ എന്തൊക്കെയാണോ പാളിച്ച അതുപോലെ ഇരിക്കും സ്കോർ ലൈൻ എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഉള്ളത് പറയാലോ, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന രീതിയിൽ ഒരു 2-1 എന്നുള്ള സ്കോർ അല്ലെങ്കിൽ ഒരു 3-2 എന്നുള്ളതെങ്കിലും ആയിരിക്കും നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിചാരിക്കില്ല, ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിൻ്റെ ഫാക്ട്. സോ വിൽ സീ. താങ്ക് യു.